ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ലേ? നമ്മളിന്ന് ഓണം ഔട്ട്ഫിറ്റാണ് കേട്ടോ. അവർ സെലിബ്രേഷന് പോവുകയാണ്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ മാലയും കമ്മലൊക്കെ ഞാൻ സെപ്പറേറ്റ് എടുത്തു ഗൈസ്. താണ്ട് ഈ ഒരു വള മെറൂൺ കളറായിരുന്നു കേട്ടോ. രണ്ടുപേർക്കും നമ്മൾ സെലക്ട് ചെയ്ത കളർ മെറൂൺ ആയിരുന്നു. അങ്ങനെ അതിനുള്ള വളയും ക്ലിപ്പും. മോനിക്ക് ഷർട്ട് അതുപോലെയാണ് എടുത്തത് കേട്ടോ. മോളുടെ അതേ കോസ്റ്റ്യൂമിൻ്റെ കളറാണ് അവനും നമ്മൾ ചൂസ് ചെയ്തത്. അങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് അവർ സുന്ദരനും സുന്ദരിയാവാൻ പോവുകയാണ്. പിന്നെ പിച്ചിപ്പൂവാണ് കേട്ടോ മേടിച്ചത്. എനിക്ക് മുല്ലപ്പൂവ് ഇഷ്ടമാണ്, പക്ഷേ കിട്ടിയില്ല. പിന്നെ ഇവക്ക് കൊണ്ടുപോകാനായിട്ട്, സെലിബ്രേഷന് കൊണ്ടുപോകാനായിട്ട് കുറച്ച് പൂ വേണമെന്ന് പറഞ്ഞു. വലിയ ഓണാഘോഷ പരിപാടിയൊന്നും ഇല്ല, എന്നാലും മക്കൾക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെ പൂവൊക്കെ സെറ്റാക്കി വെച്ചു ഗൈസ്. നല്ല ജമന്തി പൂവാണ് കേട്ടോ. അത് നമുക്ക് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പിന്നെ ഇതിൻ്റെ കൃഷി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ്. പിന്നെ പിച്ചിപ്പൂവൊക്കെ എടുത്ത് വെക്കുകയാണ്. പിച്ചിപ്പൂവ് നല്ല മണമാണല്ലോ, നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ പൂവ് ഇങ്ങനെ കിടക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ പൂവിനെ സെറ്റാക്കിയാണ്. അപ്പം പൂവും എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ അവളുടെ ഹെയർ ആണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തത്. ഹെയർ സെറ്റ് ചെയ്യാൻ ഇങ്ങനെയാണ് കേട്ടോ. ഞാനിങ്ങനെ ക്ലിപ്പ് കുത്തിയിട്ട് ഇങ്ങനെയാണ് സജസ്റ്റ് ചെയ്തത്. അപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു രീതിയിലാണ്. പിന്നെ ഇങ്ങനെ പൂ വെച്ചപ്പോഴത്തേക്കും എനിക്ക് ഒരിച്ചിരി കൂടി പൂ താഴോട്ട് കിടന്നാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഒരിച്ചിരി കൂടി പിച്ചിയെടുത്ത് ആ സെൻറ്ററിൽ അങ്ങനെ വെച്ചു ഗൈസ്. ഇതായിരുന്നു ഹെയർ സ്റ്റൈല്. പിന്നെ രണ്ടുപേർക്കും അതിൻ്റെ ഷൂട്ട് എടുക്കുകയാണ്. രണ്ടുപേരും എങ്ങനെ നിന്നിട്ട് ശരിയാവുന്നില്ല. അവർ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. അവസാനം അവൾക്ക് ഇച്ചിരി ചെറിയൊരു ദേഷ്യം പോലെ ഉണ്ട്. അവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അവൻ പിന്നെ എല്ലാത്തിനും നിൽക്കും ഗൈസ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ്. പിന്നെ ഞങ്ങൾ റോഡിലൊക്കെ പോയി എടുത്തു കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് ഇടും, ഈ സമയമായി സ്കൂളിലും പോകണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഇങ്ങനെ അവന് ചേർത്ത് വെച്ച് ഭയങ്കര കമ്പനിയാണ്. അടികൂടുമെങ്കിലും ഭയങ്കര കമ്പനിയാണ് ഗൈസ്. അങ്ങനെയൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തു. പിന്നെ ഞങ്ങളത് സ്കൂളിലോട്ട് പോകുന്നു. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞു പോയി. ടാറ്റ.